ഹലോ PSC ആസ്പിരൻസ്, സാമൂഹ്യ ശാസ്ത്രം 5ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. അതായത് 7 മുതൽ 11 വരെയുള്ള പാഠഭാഗങ്ങളാണ്. ബോറടിക്കാതെ നമുക്ക് ഒറ്റയിരിപ്പിൽ തന്നെ SCERT ടെക്സ്റ്റ് പഠിച്ചു തീർക്കാം. പാർട്ട് 1 കൂടി ഇതിന് ശേഷം കാണണം. കണ്ടിട്ടില്ലാത്തവർ SCERT ടെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്ലോഡ് ആകുന്ന മുറയ്ക്ക് കാണാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്കും. അപ്പം നേരെ ക്ലാസ്സിലേക്ക് പോകാം. വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്. സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2 ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. 1 മുതൽ 6 വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗം 1ൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇത് കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണണം. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2 ഇന്ന് തീരുന്നതോടുകൂടി 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം SCERT നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് 7 മുതൽ 11 വരെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കാം. ഏതൊക്കെയാണ് പാഠഭാഗങ്ങളെന്ന് നോക്കാം. 7ാമത്തെ പാഠം ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ, 8 അഹിംസ അറിവ് അധികാരം, 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, 10 കേരളക്കരയിൽ, 11 നമ്മുടെ ഇന്ത്യ. അപ്പോൾ 7 മുതൽ 11 വരെയുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. 7ാമത്തെ പാഠം ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. അപ്പം നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത് എവിടെയാണ്? സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയും തടങ്ങളിലാണ് ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ജനവിഭാഗം ഇവിടേക്ക് കുടിയേറ്റം ചെയ്യപ്പെട്ടത്. 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ എവിടെ എത്തുന്നത്? സിന്ധു അതിൻ്റെ പോഷക നദീ തീരങ്ങളിലേക്ക് എത്തുന്നത് 3500 വർഷങ്ങൾക്ക് മുമ്പാണ്. എവിടെ നിന്നാണ് ഈ ആര്യന്മാർ എത്തിയെന്നൊക്കെ വിവരങ്ങളും അതുപോലെ ആര്യന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. ഇവരെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. വേദഭാഷ എന്തായിരുന്നു? സംസ്കൃതമായിരുന്നു വേദഭാഷ. വേദഭാഷ സംസ്കൃതമാണ്. വേദങ്ങൾ വാമൊഴിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ പണ്ടുകാലങ്ങളിൽ വാമൊഴിയായിട്ടാണ് പ്രചരിച്ചിരുന്നത്. എഴുതിയിട്ടില്ലായിരുന്നു എന്ന്. ശ്രുതി സ്മൃതി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ വേദങ്ങൾ പണ്ട് കാലങ്ങളിൽ വാമൊഴിയായിട്ടാണ് പ്രചരിച്ചിരുന്നത്. വേദഭാഷ എന്താണ്? സംസ്കൃതമാണ്. 3500 വർഷങ്ങൾ മുമ്പാണ് ആര്യന്മാർ എത്തപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വേദകാലത്തിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാം. അന്നത്തെ കാലത്ത് വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലത്തിനെ എന്തു പറയും? വേദകാലം എന്ന് പറയും. വേദകാലത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് പറയാം. വേദകാലഘട്ടം എന്ന് പറയുന്നത് 1500 മുതൽ 600 BC വരെയാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. BC AD എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടി പറയാം. ക്രിസ്തുവിൻ്റെ ജനനമാണ് പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് മുന്നേ ഉള്ള കാലത്തെ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നേ ഉള്ള കാലത്തെ ബിഫോർ ക്രൈസ്റ്റ് BC എന്നും അതിനുശേഷമുള്ള കാലത്തെ AD അന്നോ ഡൊമിനി എന്നുമാണ് പറയുന്നത്. അപ്പോൾ BC AD എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വേദകാലഘട്ടം വരുന്നത് ഏത് സമയമാണ്? 1500 മുതൽ 600 BC വരെയുള്ള സമയമാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്, വേദകാലം എന്ന് പറയുന്നത്. ഈ വേദകാലത്തിനെ, അതായത് 1500 മുതൽ 600 BC വരെയുള്ള കാലത്തിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഋഗ്വേദകാലം, രണ്ടാമത്തേത് പിൽക്കാല വേദകാലം. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം 1500 മുതൽ 600 BC വരെയാണ് വേദകാലം. ഇതിനെ 2ആയി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടം. അതേതാണ്? അതാണ് ഋഗ്വേദകാലം എന്നറിയപ്പെടുന്നത്. ഇനി ബാക്കി 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടം അതെന്താണ്? പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നു. ഋഗ്വേദകാലം എന്തായിരിക്കും? ഋഗ്വേദം രചിക്കപ്പെട്ട കാലമാണ് ഋഗ്വേദകാലം. പിൽക്കാല വേദകാലം ഏതാണ്? സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയുടെ കാലമാണ് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത്. അപ്പോൾ വേദകാലം 2ആയിട്ട് തിരിക്കുന്നു. ഋഗ്വേദകാലം ആൻഡ് പിൽക്കാല വേദകാലം. ഋഗ്വേദമാണ് ഏറ്റവും ആദ്യം രചിച്ച വേദം. ഏറ്റവും പുരാതനമായ വേദം ഏതാണ്? ഋഗ്വേദമാണ്. ഏറ്റവും ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. അപ്പോൾ BC 1500 മുതൽ 600 വരെയാണ് വേദകാലം എന്ന് അറിയപ്പെടുന്നത്. ആ സമയത്തെ പ്രത്യേകതകൾ എന്താണ്? കാലികളാണ് അന്നത്തെ സമ്പത്ത്. അപ്പോൾ ഇത്ര കാലികളുണ്ടോ അത്രയും സമ്പന്നനാണ് ഒരാൾ എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ കാലികളായിരുന്നു സമ്പത്തിൻ്റെ അളവുകോലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഋഗ്വേദ കാലത്ത് ആര്യന്മാരുടെ ജീവിതത്തിനെക്കുറിച്ച് ചരിത്രകാരനായ AL ഭാഷ പറഞ്ഞത് ശ്രദ്ധിക്കും. കർഷകർ പ്രാർത്ഥിച്ചിരുന്നത് കാലികളെ കിട്ടാനായിട്ടാണ്. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനാണ്. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായിട്ട് കിട്ടാനാണ്. എല്ലാവർക്കും എന്ത് മതി? കന്നുകാലികളെ മതി. കാരണം കന്നുകാലിയാണ് അന്നത്തെ സമ്പത്ത്. അപ്പോൾ കർഷകർ കൃഷി ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കന്നുകാലികളെ കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
യോദ്ധാക്കൾ യുദ്ധം ചെയ്തിട്ട് എന്താ പിടിച്ചെടുക്കുന്നത്? കന്നുകാലികളെയാണ് പിടിച്ചെടുക്കുന്നത്. എതിരെയുള്ള ആൾക്കാരുടെ കന്നുകാലികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് യുദ്ധം നടത്തിയിരുന്നത്. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയിട്ട് പ്രതിഫലമായിട്ട് സ്വീകരിക്കുന്നത് എന്താ? കന്നുകാലികളാണ്. കാരണം കന്നുകാലിയാണ് അന്നത്തെ കാലത്ത് സമ്പത്ത് എന്ന് പറയുന്നത്. ഡീൽ? തുടർന്ന് പഠിക്കാം. ഡീലാണെങ്കിൽ നമുക്കൊരു സ്റ്റാർ വരയ്ക്കാം. മനസ്സിലായല്ലോ? തുടർന്ന് പഠിക്കാം. ഋഗ്വേദ കാലത്ത് കന്നുകാലികളായിരുന്നു സമ്പത്ത് നമ്മൾ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കന്നുകാലി വളർത്തലായിരുന്നു. അതിനോടൊപ്പം കൃഷി ചെയ്തിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. അപ്പോൾ വേദ കാലഘട്ടത്തിലെ പ്രധാന വിള ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ബാർലി ആയിരുന്നു പ്രധാന വിള. കാലികളെ മേച്ചു നടക്കുന്ന ആര്യന്മാരുടെ കൂട്ടത്തിനെ എന്ത് പറയും? ഗോത്രം എന്ന് പറയും. കാലികളെ മേച്ചു നടക്കുന്ന ആര്യന്മാരുടെ കൂട്ടത്തിനെ ഗോത്രം എന്ന് പറയും. ബാർലി ആയിരുന്നു പ്രധാന വിള, കന്നുകാലിയായിരുന്നു അവരുടെ സമ്പത്തെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗോത്രം, അതായത് കാലികളെ മേച്ചു നടക്കുന്ന ആര്യന്മാരുടെ കൂട്ടം, അതാണ് ഗോത്രം. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിനും തലവന്മാരുണ്ട്. ആ തലവനെ എന്ത് പറയും? രാജൻ എന്ന് പറയും. രാജൻ എന്ന് പറയും. അപ്പോൾ ഗോത്രത്തിൻ്റെ തലവനാണ് ആര്? രാജൻ എന്ന് പറയുന്നത്. ഗോത്രം എന്താ? കന്നുകാലികളെ മേച്ച് നടക്കുന്ന ആര്യന്മാരുടെ കൂട്ടം. ആ ഓരോ കൂട്ടത്തിനെ എന്ത് പറയും? ഗോത്രം എന്ന് പറയും. ആ ഓരോ ഗോത്രത്തിനും എന്തുണ്ട്? തലവനുണ്ട്. അദ്ദേഹത്തിനെ എന്ത് പറയും? രാജൻ എന്ന് പറയും. അപ്പോൾ കന്നുകാലികൾക്ക് വേണ്ടിയാണ് ഈ ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടത്. അന്ന് കാലത്ത് എന്തേ ഉള്ളൂ? കന്നുകാലിയുള്ളൂ. കന്നുകാലിയാണ് സമ്പത്തിൻ്റെ അടയാളം. അപ്പോൾ എന്തായിരിക്കും ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടണമെങ്കിൽ എന്തായിരിക്കും കാരണം? കന്നുകാലികളായിരിക്കും കാരണം. തോൽപ്പിക്കപ്പെടുന്ന ആളിനെ അല്ലെങ്കിൽ കീഴടക്കപ്പെടുന്ന ആളിൻ്റെ കന്നുകാലികൾ മറ്റേയാൾ സ്വന്തമാക്കും. അങ്ങനെയാണ് യുദ്ധം ചെയ്യിച്ചിരുന്നത്. അപ്പോൾ ഗോത്രങ്ങൾ തമ്മിലും ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും ചെമ്പ് കൊണ്ടുള്ളതും വെങ്കലം കൊണ്ടുള്ളയും ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ ആര്യന്മാരല്ലാത്തവരെ അവർക്ക് ഈസി ആയിട്ട് കീഴ്പ്പെടുത്താനായിട്ട് പറ്റി. കീഴ്പ്പെടുത്തുന്നവരെ എന്ത് പറയും? ദാസന്മാർ എന്ന് പറയും, അല്ലെങ്കിൽ ദസ്യുക്കൾ എന്ന് പറയും. കീഴടക്കപ്പെട്ടവരെ എന്ത് പറയും? ദാസന്മാർ അല്ലെങ്കിൽ ദസ്യുക്കൾ എന്ന് പറയും. ഈ കീഴടക്കപ്പെട്ടവരുണ്ടല്ലോ, ദാസന്മാരായി പോയവർ, തോറ്റുപോയവർ, അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കും. കാരണം കന്നുകാലിക്ക് വേണ്ടിയാണ് അന്ന് ഗോത്രങ്ങൾ തമ്മിലും ആര്യന്മാരല്ലാത്തവരുമായിട്ടുമൊക്കെ സംഘർഷത്തിലേർപ്പെട്ടത്. ഈ കന്നുകാലികൾക്ക് വേണ്ടിയാണ്. കന്നുകാലി പ്രധാനപ്പെട്ട സമ്പത്തായിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. അതുപോലെ കാലികളെ മേച്ചു നടക്കുന്ന ആര്യന്മാരുടെ കൂട്ടമാണ് ഗോത്രം എന്ന് പറയുന്നത്. ഗോത്രത്തിനൊരു തലവനുണ്ട്, അതാണ് രാജൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും പോയിൻറ്റ്സ് ആയിരുന്നു ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഡീൽ? അടുത്തത് നോക്കാം. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് എന്നീ ദേവതമാരെയും ആരാധിച്ചിരുന്നു. അപ്പോൾ ഋഗ്വേദ കാലത്തെ ദേവന്മാർ ആരൊക്കെയാണ്? ഇന്ദ്രൻ, വരുണൻ, അഗ്നി ഒക്കെയാണ് ദേവന്മാർ. അതുപോലെ ദേവത ആരൊക്കെയാണ്? അതിഥി, ഉഷസ് ഒക്കെയാണ് ദേവതമാർ. ഒന്നുകൂടി പറയാം. ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നിവരാണ് ദേവന്മാർ. അതുപോലെ അതിഥി, ഉഷസ് തുടങ്ങിയവരാണ് ദേവതമാർ. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്കൊക്കെ ഒരു ചാരനിറമായിരുന്നു. ഈ പിക്ചറിൽ തന്നിട്ടുണ്ട് ചാരനിറത്തിലുള്ള മൺപാത്രം. അതായിരുന്നു ആ സമയത്ത് വേദകാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇനി ഗംഗാ സമതലത്തിലേക്ക്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം ആണ് പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരുന്നത് ഋഗ്വേദകാലമാണ്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം. നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചപ്പോൾ പറഞ്ഞു ഏതാണ് പിൽക്കാല വേദകാലം, എത്ര മുതൽ എത്ര വരെയാണ്? 1000 മുതൽ 600 BC വരെയാണ് പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പിൽക്കാല വേദകാലത്തിനെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഋഗ്വേദ കാലത്തിൽ കന്നുകാലികളെ മേച്ചു നടന്ന ആര്യന്മാർ പിൽക്കാല വേദ കാലഘട്ടമായപ്പോഴത്തേക്ക് എവിടെ എത്തി? ഗംഗാ സമതലങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഗംഗയുടെ ചുറ്റുമുള്ള പ്രദേശമാണ്, ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശത്തിനെയാണ് എന്ത് പറയുന്നത്? ഗംഗാ സമതലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിൽക്കാല വേദകാലമായപ്പോഴത്തേക്കും ഈ കാലിയെ മേച്ചൊക്കെ നടന്നിരുന്ന ആര്യന്മാർ എവിടെ എത്തിച്ചേർന്നു? ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഗോത്രങ്ങൾ തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടായി, പുതിയ ഗോത്രങ്ങളുണ്ടായി. സ്പ്ലിറ്റ് ആവുമല്ലോ, കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താവും? സ്പ്ലിറ്റ് ആവും. അപ്പോൾ പുതിയ ഗോത്രങ്ങളുണ്ടായി, ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഗംഗാ സമതലത്തിലേക്ക് ആര്യന്മാർ, ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗംഗാ സമതലത്തിലേക്ക് കൂടുതൽ ആര്യന്മാർ എത്തിച്ചേർന്നു. തുടർന്ന് പഠിക്കാം. അപ്പോൾ ഗംഗാ സമതലം എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ്. വൻമരങ്ങൾ നിറഞ്ഞ കാടുകളാണ്, ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണുണ്ട്, സമൃദ്ധമായ മഴയുണ്ട്. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള
സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അന്നത്തെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഗംഗാ സമതലത്തിലേക്ക് അവർ പുതിയൊരു ജീവിതം തേടിയാണ് വന്നത്. കാരണം ജനസംഖ്യ വർദ്ധിക്കുന്നു, ഗോത്രങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ പുതിയൊരു ജീവിതം തേടിയാണ് അവർ ഗംഗാ സമതലത്തിലേക്ക് എത്തുന്നത്. അവിടെ വന്നപ്പോൾ ഗംഗാ സമതലം എങ്ങനത്തെ സ്ഥലമാണ്? ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. വൻമരങ്ങൾ നിറഞ്ഞ കാടുകളുണ്ട്, ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണുണ്ട്, സമൃദ്ധമായ മഴയുണ്ട്, കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണെന്നർത്ഥം. ഇപ്പോൾ ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുള്ള ആയുധം എന്ന് പറയുന്നത് ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മണ്ണിൽ കിളയ്ക്കാനും മരം മുറിക്കാനും ഒക്കെ പ്രയാസമാണ്. അത് അത്ര ഷാർപ്പല്ല. അപ്പം മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെ പ്രയാസമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരൊരു സ്ഥലം കണ്ടുപിടിച്ചാൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം അവർക്ക് ഒരുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അവർ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ ഈ സ്ഥലത്തിന് അവരങ്ങ് തീയിടും. തീയിട്ട് ഇവിടുത്തെ മരങ്ങളെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർക്ക് അത്രയും സ്ഥലം കിട്ടും കൃഷി ചെയ്യാനായിട്ട്. അങ്ങനെയാണ് അവർ കൃഷിയിടം ഒരുക്കിയിരുന്നത്. അപ്പോൾ കാടിന് തീയിടുമായിരുന്നു അവർ. പക്ഷേ ഈ വീണ്ടും കാടിന് തീയിട്ടാലും എന്ത് പറ്റും? മരങ്ങളുടെ കുറ്റികളൊക്കെ അവിടെ അവശേഷിക്കും. ഇതൊക്കെ തടസ്സമുണ്ടാക്കി അവരുടെ കൃഷിക്ക്. മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെ കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണി ആയുധങ്ങൾ ആവശ്യമായിട്ട് വന്നു. അതാണ് ഇരുമ്പിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഗംഗാ സമതലത്തിൽ വൻതോതിൽ ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമാണ്. അവർ ഗംഗാ സമതലത്തിലെത്തിയല്ലോ, അവിടെ ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള പ്രദേശമാണ്. ഇരുമ്പ് കണ്ടെത്തിയതോടെ ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ എന്തായി? കാട് വെട്ടിത്തെളിക്കാം, തീയിടണ്ട, കാട് വെട്ടിത്തെളിക്കാം, കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴാം. കൃഷി വൻതോതിൽ വികസിച്ചു വന്നല്ലേ? കൃഷിയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ഈ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം കാരണം നല്ല ഉപകരണങ്ങളും ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ കാട് വെട്ടിത്തെളിക്കാൻ പറ്റി, കലപ്പ ഉപയോഗിച്ച് നിലം ഉഴാൻ പറ്റി. അതുകൊണ്ട് കൃഷി എന്ന് പറയുന്നത് അവരുടെ മുഖ്യ തൊഴിലായിട്ട് മാറി. ഇരുമ്പ് ഉപയോഗിച്ച് ഈ കാലഘട്ടത്തിനെ എന്തു പറയും? ഇരുമ്പ് യുഗം എന്ന് പറയും. നമ്മൾ നേരത്തെ വെങ്കല യുഗമൊക്കെ പഠിച്ചില്ലേ? ഈ യുഗത്തിനെ എന്ത് പറയും? ഇരുമ്പ് യുഗം എന്ന് പറയും. ഇരുമ്പ് യുഗം. ഇരുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ യുഗത്തിനെ ഇരുമ്പ് യുഗം എന്ന് പറയും. അപ്പോൾ ഗംഗാ സമതലത്തിലെ സാഹചര്യങ്ങൾ കൃഷിക്ക് അനുകൂലമായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ? അപ്പോൾ കൃഷി പുരോഗമിച്ചു. അപ്പോൾ എന്ത് പറ്റി? കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള അവരുടെ മാറ്റം നമുക്ക് കാണാൻ പറ്റിയല്ലേ? ആദ്യം കന്നുകാലിയായിരുന്നു സമ്പത്തിൻ്റെ അടയാളം കന്നുകാലിയാണ്. കന്നുകാലികളെ ഡിപ്പെൻഡ് ചെയ്തുള്ളൊരു ജീവിതമായിരുന്നു. കാലികളെ മേയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഗോത്രം എന്ന് പറയുന്നത്. അവർക്കൊരു തലവനുണ്ട്, രാജൻ. അപ്പോൾ എല്ലാം കന്നുകാലികളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എന്തായി? ഗംഗാ സമതലത്തിലേക്ക് വന്നു, അനുയോജ്യമായ മണ്ണ് കണ്ടെത്തി, കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി, അതിനാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഇരുമ്പ് അവർ കണ്ടെത്തി. അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ച് അവർ കലപ്പകൾ ഉണ്ടാക്കി. അപ്പം കാട് വെട്ടിത്തെളിക്കാൻ പറ്റി, നിലമുഴാൻ പറ്റി. അപ്പോൾ കൃഷി പുരോഗമിച്ചു. അപ്പോൾ എന്തൊക്കെ വേണം? കൃഷി പുരോഗമിക്കുമ്പോൾ എന്തൊക്കെ വേണം? സ്ഥിരം ഒരു സ്ഥലത്ത് നിൽക്കണം അല്ലേ കൃഷി ചെയ്യണമെങ്കിൽ? അപ്പോൾ ഓടി നടന്നാൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ സ്ഥിരം ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെയാണ് തുടങ്ങിയത്. സ്ഥിരം ഒരു സ്ഥലത്ത് വസിക്കാനായിട്ട് ആരംഭിച്ചു. കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു, കൃഷി പുരോഗമിച്ചു. അപ്പോൾ എന്താണ്? കാർഷിക ഉൽപ്പാദനങ്ങൾ വർദ്ധിച്ചു, സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ആവശ്യമുള്ള കൃഷി സാധനങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്. അന്നത്തെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് മിച്ചം വരും അല്ലേ? അപ്പോൾ ഈ മിച്ചം വന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? കൈമാറ്റം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ സ്ഥിരവാസം ആരംഭിച്ചു. മനുഷ്യൻ്റെ പുരോഗതിയിലേക്കുള്ള ഓരോരോ ചുവടുവയ്പ്പുകളാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്ത്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിങ്ങനെ നോക്കണം. ആദ്യം കാലിയെ മേയിച്ച് നടക്കുന്നു, കിട്ടുന്ന സാധനങ്ങളൊക്കെ കാട്ടിൽ നിന്ന് പെറുക്കി തിന്നുന്നു, നമുക്ക് ആയുധങ്ങളില്ല. പിന്നെ സമതലത്തിലേക്ക് വരുന്നു, ഗംഗാ സമതലത്തിലേക്ക് വരുന്നു, അവിടെ കൃഷി ചെയ്ത് തുടങ്ങുന്നു, നമ്മൾ സ്ഥിരവാസം ആരംഭിക്കുന്നു, കാർഷിക ഉൽപ്പന്നം വർദ്ധിക്കുന്നു. അപ്പം മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട്, കൈമാറ്റം ചെയ്യാനായിട്ടൊക്കെ ആരംഭിക്കുന്നു. അപ്പോൾ ഈ ഓരോ പ്രോഗ്രസ്സും നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. തുടർന്ന് പഠിക്കാം. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചായം തേച്ച ചാര നിറത്തിലുള്ള പാത്രങ്ങളാണ്. പെയിൻറ്റഡ് ഗ്രേ വെയർസ് ആണ് അവരുപയോഗിച്ചിരുന്നത്. പെയിൻറ്റഡ് ഗ്രേ വെയർ, ചായം തേച്ച ചാര നിറത്തിലുള്ള പാത്രങ്ങളാണ് അവരുപയോഗിച്ചിരുന്നത്. അപ്പോൾ ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിതക്രമത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? സ്ഥിരവാസം ആരംഭിക്കും, ജീവിതക്രമത്തിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പം അന്നേ കാലത്ത്
4 വിഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടത്? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് 4 വിഭാഗങ്ങൾ ഉണ്ടായത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇത് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നു. ഈ വിഭജനം എന്തിൻ്റെ പേരിലായിരുന്നു? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 വിഭാഗങ്ങൾ ഉണ്ടായത്. ഇതിനെ ചാതുർവർണ്ണ്യം എന്നറിയപ്പെട്ടു. ഏതൊക്കെയാണത്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഋഗ്വേദ കാലത്ത് ഏതൊക്കെ ദേവന്മാരെയും ദേവതമാരെയുമാണ് നമ്മൾ ആരാധിച്ചിരുന്നത്? അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ പിന്നീട് ആ ആരാധനാ രീതിക്കൊക്കെ മാറ്റം വന്നു. നമുക്ക് തുടർന്ന് പഠിക്കാം. യാഗങ്ങൾക്ക് പ്രാധാന്യം വന്നു. പിന്നീടുള്ള ആരാധനാ രീതിയിൽ യാഗങ്ങൾക്ക് പ്രാധാന്യം വന്നു. കാലികളെ ബലിയർപ്പിക്കുന്നവയായിരുന്നു മിക്ക യാഗങ്ങളും. അപ്പോൾ ആദ്യകാലത്ത് കാലിയെ ബലിയർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കാലി അന്ന് സമ്പത്താണ്. പിന്നീട് വന്നപ്പോൾ എന്താണ്? കൃഷിയായി, ജീവിത രീതികളൊക്കെ മാറിത്തുടങ്ങി. അപ്പോൾ ആരാധനയുടെ രീതികളും മാറിത്തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എന്താണ്? യാഗങ്ങൾക്കാണ് പ്രാധാന്യം. യാഗങ്ങളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കാലികളെ ബലിയർപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി. തുടർന്ന് പഠിക്കാം. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ എന്തു പറയും? തമിഴകം എന്ന് അറിയപ്പെട്ടു. തമിഴകം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യയാണ് തമിഴകം എന്ന് അറിയപ്പെടുന്നത്. പ്രാചീന തമിഴകത്തിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകൾ, മഹാശിലകൾ എന്നറിയപ്പെടുന്ന കല്ലുകളാണ് ഈ കാണുന്നത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വിവിധതരം ഉപകരണങ്ങൾ, മൺപാത്രങ്ങളൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാൽ മഹാശിലാ സംസ്കാര സമയത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെയാണ്. ഇതെല്ലാം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയവയുമാണ്. പ്രാചീന തമിഴകത്തെ ജനജീവിതത്തിനെ കുറിച്ച് നമുക്ക് വിവരം കിട്ടുന്നത് എങ്ങനെയാണ്? വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ്? മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരത്തിൽ നിന്നുമാണ് നമുക്ക് ഈ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. മഹാശില എന്താണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ മഹാശിലാ സ്മാരകം അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരം, ഇവയിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രാചീന തമിഴകത്തെ ജനജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ പഴന്തമിഴ് പാട്ടുകളെ എന്തും പറയും? സംഘം കൃതികൾ എന്നും പറയും. എന്തുകൊണ്ടാണ് സംഘം കൃതികൾ എന്ന് പറയുന്നത്? സംഘം എന്താണെന്ന് നോക്കാം. മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. ഇതാണ് സംഘം എന്ന് അറിയപ്പെട്ടത്. സംഘകാല ചരിതം. സംഘകാലം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമേറിയ ഏടാണ് സംഘകാലത്തിൻ്റെതെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് മധുര കേന്ദ്രമാക്കി, വൈഗാ നദിയുടെ തീരത്ത് മധുരദേശം കേന്ദ്രമാക്കി പണ്ഡിത സഭയുണ്ടായി. അതാണ് സംഘം എന്ന് പറയുന്നത്. സംഘം എന്ന വാക്ക് സംസ്കൃത വാക്കാണ് കേട്ടോ. കൂട്ടം എന്നർത്ഥം വരുന്ന സംസ്കൃത വാക്കാണ് സംഘം എന്ന് പറയുന്നത്. ഇത്തരം സംഘങ്ങൾ രൂപം കൊണ്ടിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ സംഘത്തിൽപ്പെട്ട കവികളായിരുന്നു സംഘകാല സാഹിത്യത്തിൻ്റെ രചയിതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രവും ഐതിഹ്യവും ഒക്കെ കൂടിക്കലർന്നതാണ് സംഘങ്ങളുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ അത് പഠിക്കേണ്ട. ഇപ്പോൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ സംഘം കൃതികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പഴന്തമിഴ് പാട്ടുകളെ സംഘം കൃതികൾ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ടായി. ആ കൂട്ടായ്മയാണ് സംഘം എന്ന് പറയുന്നത്. 10 പാട്ട്, 10 അകനാനൂറ്, പുറനാനൂറ് ഇതൊക്കെ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. ഒന്നുകൂടി പറയാം. 10 പാട്ട്, 10 അകനാനൂറ്, പുറനാനൂറ് ഇതൊക്കെ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ ഈ രാജവംശങ്ങളായിരുന്നു പണ്ട് പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത്. ആരൊക്കെയാണ്? പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ. ഇവരെ മൂവേന്തന്മാർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ മൂവേന്തന്മാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ. ഇവരാണ് മൂവേന്തന്മാർ എന്ന് അറിയപ്പെട്ടത്. പഴന്തമിഴ് പാട്ടിലൂടെ സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകം 5 വിഭാഗങ്ങളായിട്ട് അറിയപ്പെട്ടു. അപ്പോൾ നമ്മളും പറഞ്ഞു മഹാശിലാ സ്മാരകങ്ങളും അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടിൻ്റെ സമാഹാരത്തിൽ നിന്നുമാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഈ സംഘം കൃതികൾ നൽകുന്ന വിവരം അനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തിണകൾ എന്ന് പറയുന്നു. തിണകൾക്ക് അതിൻ്റേതായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുണ്ട്. അപ്പോൾ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഭൂവിഭാഗങ്ങളെ. ഈ ഓരോ ഭൂവിഭാഗവും അറിയപ്പെട്ടതാണ് എന്ത്? ഭൂവിഭാഗം. അറിയപ്പെട്ടത് എന്താണ്? തിണകൾ എന്ന് അറിയപ്പെട്ടു. 5 തിണകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തറിയപ്പെട്ടു? ഐന്തിണകൾ എന്നറിയപ്പെടുന്നുണ്ട്. ഐന്തിണകൾ.
അപ്പോൾ തിണകൾ എന്നാൽ എന്താണ്? ഭൂവിഭാഗമാണ്. സംഘകൃതികളുടെ വിവരം അനുസരിച്ച്, സംഘം കൃതികളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് തിണകൾ എന്ന് പറയുന്നത്. അപ്പോൾ തിണകളെ ഓരോന്നും ഏതാണെന്ന് നോക്കാം. തിണകളെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടെങ്കിൽ അതുകൂടി കാണുക. അപ്പോൾ കുറിഞ്ചി, മുല്ലൈ, പാല, മരുതം, നെയ്തൽ ഇവയാണ് തിണകൾ എന്ന് പറയുന്നത്. തിണകളുടെ പേര് നോക്കാം. ഈ ഭാഗത്തുനിന്ന് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം അത്. കുറിഞ്ചി, മുല്ലൈ, പാല, മരുതം, നെയ്തൽ ഇവയാണ് തിണകൾ എന്ന് പറയും. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിലൊരു കോഡ് പറയുന്നുണ്ട്. അതൊരു പാട്ടാണ്. കുറിഞ്ചി, മുല്ലൈ, മരുതം, പാലയിൽ നെയ്താമ്പൽ പൂവുണ്ടോ എന്നുള്ള വരി ഓർത്തിരുന്നാൽ നമുക്ക് ഐന്തിണകളുടെ പേര് പഠിക്കാൻ പറ്റും. എന്താണ്? കുറിഞ്ചി, മുല്ലൈ, മരുതം, പാലൈ, നെയ്താമ്പൽ പൂവുണ്ടോ. എന്നിട്ട് പറയാം, കുറിഞ്ചി, മുല്ലൈ, മരുതം, പാലൈ, നെയ്താമ്പൽ പൂവുണ്ടോ. ഈ വരികൾ ഓർത്തിരുന്നാൽ നമുക്ക് 5 തിണകളെയും പഠിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് തിണകൾ? കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. അപ്പോൾ ഈ ഓരോ ഭൂവിഭാഗത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? മലപ്രദേശമാണ്. മലയോരങ്ങളെയാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ചി എന്നാൽ മലപ്രദേശമാണ്. മലമ്പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാരുടെ മൃഗപരിപാലനമാണ് അവിടുത്തെ ആൾക്കാരുടെ തൊഴിലെന്ന് പറയുന്നത്. വേട്ടയാടൽ, കൈകനി ശേഖരിക്കൽ ഒക്കെയാണ് അവരുടെ തൊഴിലെന്ന് പറയുന്നത്. ആരാധനാമൂർത്തി മുരുകൻ, സുബ്രഹ്മണ്യൻ, സ്കന്ദനൊക്കെയാണ് അവിടുത്തെ ആരാധനാമൂർത്തി. കുറുവർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ തിണയുടെ വീഡിയോയിൽ പോയാൽ കാണാം. നമുക്കിപ്പോൾ സ്ട്രിക്ട്ലി SCERTയിൽ പറയുന്ന പോയിൻറ്റ്സ് മാത്രം പഠിച്ചു പോകാം. അപ്പോൾ കുറിഞ്ചി അതാണ്. കുറിഞ്ചി മലകളാണ്, മലയോരങ്ങളാണ്. അടുത്തത് മുല്ല. മുല്ല എന്താണ്? മുല്ലൈ എന്നുകൊണ്ട്, മുല്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മുല്ലൈ എന്നുകൊണ്ട്. അപ്പോൾ മുല്ലൈ എന്ന് പറഞ്ഞാൽ കാട് അല്ലെങ്കിൽ പുൽമേടുകളാണ് മുല്ലൈ എന്ന് പറയുന്നത്. പുൽമേടുകളാണ്. പാല എന്താണ്? വരണ്ട പ്രദേശമാണ് പാല. പാലൈ എന്നുമുണ്ട്, പാലൈ എന്നും മുല്ലൈ എന്നുമൊക്കെയാണ് പറയുന്നത്. ഇവിടെ മുല്ല, പാല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പഠിക്കാം. കുറിഞ്ചി എന്താണ്? മലകളാണ് കുറിഞ്ചി. മുല്ല എന്താണ്? കാട് അല്ലെങ്കിൽ പുൽമേടാണ്. പാല എന്താണ്? വരണ്ട പ്രദേശമാണ് പാല. മരുതം എന്താണ്? വയൽ പ്രദേശമാണ്, വയലോലകളാണ് മരുതം എന്ന് പറയുന്നത്. നെയ്തൽ എന്താണ്? തീരപ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയ്തലിൽ മത്സ്യബന്ധനമാണ്. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ആ തിണകൾ എന്ന് പറഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കേൾക്കാം. മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ? ആ സ്ഥലപ്പേരുകളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ തിണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ഥലപ്പേരുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലും പട്ടണങ്ങളിലുമൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ അന്നത്തെ പ്രധാന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്നത് പുറനാനൂറ് എന്ന കൃതിയിൽ നിന്നുള്ള വരികളാണ്. ഇപ്പോൾ ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ്? തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായിട്ട് ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്നവരുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റ് സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. അപ്പോൾ തിണകളിലെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കൃതികളാണ്. പുറനാനൂറിൽ നിന്നുള്ള വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തിണകളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. അതുപോലെ കുരുമുളക് വ്യാപാരം ധാരാളമായിട്ട് വൻതോതിലുണ്ടായിരുന്നു. പ്രതിഫലമായിട്ട് സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്നവരുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. അപ്പോൾ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന ആദ്യത്തെ പാഠം നമ്മൾ തീർത്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഓർത്തിരിക്കണം. നിങ്ങൾ റിവൈസ് ചെയ്യണം, നോട്ട്സ് എഴുതിയെടുക്കണം. മസ്റ്റായിട്ട് നോട്ട്സ് എഴുതിയെടുക്കണം. നിങ്ങൾ എന്ത് കേൾക്കുമ്പോഴും നിങ്ങളുടെ ഒരു നോട്ട് പോസ് ചെയ്തിട്ട്, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്സ്, നിങ്ങളുടേതായ നോട്ട്സ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നാലേ ഈ പഠനം എന്നുള്ള പ്രോസസ്സ് പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അഹിംസ, അറിവ്, അധികാരം. അടുത്ത പാഠമാണ് അഹിംസ, അറിവ്, അധികാരം എന്നുള്ളത്. പാഠഭാഗം തുടങ്ങുന്നത് തന്നെ വൈലോപ്പള്ളിയുടെ ഒരു കവിതയിൽ നിന്നാണ്. കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനം ഇരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. അതായത് ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ പുരോഗതി എങ്ങനെയായിരുന്നു, എപ്രകാരമാണ് മനുഷ്യജീവിതം പുരോഗതിയിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ആദ്യകാലത്ത് കൃഷി ചെയ്യാനായിട്ടൊരു സ്ഥലം കണ്ടെത്തുന്നു കാട്ടിൽ. അപ്പോൾ അവിടുത്തെ മരങ്ങളെയൊക്കെ ഒന്ന് നശിപ്പിക്കണം, കൃഷിക്ക് അനുയോജ്യമാക്കി എടുക്കണം
എടുക്കണം ആ സ്ഥലം. അപ്പോൾ അവർക്ക് ഷാർപ്പായിട്ടുള്ള ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? തീയിടും. തീയിട്ട് അത്രയും സ്ഥലത്തെ മരങ്ങളെ നശിപ്പിക്കുകയാണ്. അപ്പോൾ തീയിടുമ്പോഴായാലും ഈ കുറ്റി ബാക്കി നിൽക്കും. അപ്പോൾ കൃഷി പ്രോപ്പറായിട്ടൊന്നും നടക്കത്തില്ല, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കന്നുകാലികളായിരുന്നു സമ്പത്തായിട്ട് അവർ കണ്ടിരുന്നത്. ഈ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകുന്നു, സംഘർഷങ്ങളുണ്ടാകുന്നു, അതുപോലെ ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. ആ സമയത്താണ് ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് എത്തുന്നത്. ഗംഗാ സമതലത്തിലേക്ക് എത്തിയപ്പോൾ കഥ മാറി. അവിടെ കൃഷിക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ്. അതുപോലെ തന്നെ ഇരുമ്പ് കണ്ടെത്തുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടെ അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. കലപ്പയും അതുപോലെ തന്നെ മരം വെട്ടാനുള്ള മഴുവുമൊക്കെ അവർ നിർമ്മിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കൃഷി നല്ല രീതിയിൽ പുരോഗമിച്ചു. കൃഷി പുരോഗമിച്ചപ്പോൾ എന്താ? കാർഷിക ഉൽപ്പന്നങ്ങൾ അധികമായിട്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പം മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ അവർ കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വാണിജ്യം തുടങ്ങി. അങ്ങനെ ഈ കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും ഒക്കെ അടങ്ങിയവയാണ് ജനപദങ്ങൾ എന്ന് അറിയപ്പെട്ടത്. ഇത്തരത്തിൽ 16 ശക്തി ആർജിച്ചു. ആ 16 ശക്തി ആർജിച്ചവയെ എന്തു പറയും? മഹാജനപദങ്ങൾ എന്ന് പറയും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറി മഗധ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മഹാജനപദമായിരുന്നു. ഏതൊക്കെയാണ് മറ്റ് ജനപദങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം, കോസലം, ഛേദി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. അതിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് ഏതായിരുന്നു? മഗധയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദം. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുരോഗതിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിലും പറയുന്നത്. വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു മഗധ എന്ന് പറയുന്നത്. വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. മഗധയിലെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് ഈ ഇരുമ്പ് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ ഉപയോഗമാണ്. അപ്പോൾ ഗംഗാതടത്തിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇടതൂർന്ന കാടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിത്തെളിക്കാനായിട്ട് ഇരുമ്പ് കൊണ്ടുള്ള മഴു സഹായകമായി. അതുപോലെ തന്നെ ഇരുമ്പ് കലപ്പയുണ്ടാക്കിയത് കൊണ്ട് തന്നെ നിലം ഉഴുതുമറിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ കൃഷി കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ പറ്റി. അപ്പോൾ കാർഷിക ഉൽപ്പന്നം വർദ്ധിച്ചു. അപ്പോൾ എന്തായി? വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതിയിലൂടെ മഗധ സാമ്പത്തികമായിട്ട് ഭദ്രത നേടി. ഇനി സാമ്പത്തികമായിട്ട് ഭദ്രത നേടിയാൽ അടുത്തത് എന്താ? സെക്യൂരിറ്റിയാണ് പ്രധാനം, അല്ലേ? അപ്പോൾ സാമ്പത്തികമായിട്ട് ഭദ്രത നേടിയാൽ ഇനി വലിയൊരു സൈന്യത്തെ രൂപീകരിക്കാനായിട്ട് ആരംഭിച്ചു. ഇനി സൈന്യമുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, സൈന്യമുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താ തോന്നേണ്ടത്? അയൽ രാജ്യങ്ങളൂടി പിടിച്ചെടുക്കണം. അപ്പോൾ അടുത്തുള്ള മഹാജനപദങ്ങളെയും കൂടി മഗധയോട് കൂട്ടിച്ചേർക്കണം. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആഗ്രഹങ്ങളാണ്, അല്ലേ? അപ്പോൾ ആദ്യം സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നു, അതിനുശേഷം സൈന്യത്തെ രൂപീകരിക്കുന്നു, അതിനുശേഷം എന്താ? ചുറ്റുമുള്ള പ്രദേശങ്ങളെ കൂടെ കീഴടക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ മഗധയിലെ ഈ സമ്പൽ സമൃദ്ധി രാജാക്കന്മാരെ ഇതിനെല്ലാം സഹായിച്ചു. അപ്പോൾ വ്യത്യസ്ത കാലങ്ങളിലായിട്ട് മഗധ ഭരിച്ച ഭരണാധികാരികൾ ചുറ്റുമുള്ള മഹാജനപദങ്ങളെയും കൂടി മഗധയുടെ കൂടെ പിടിച്ചെടുത്തു, അവർ കൂട്ടിച്ചേർത്തു. അങ്ങനെ മഗധ വിശാലമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. ക്ലിയർ? ഇനി അഹിംസ. മഗധയിലെ ഭരണാധികാരിയായിരുന്നു ബിംബിസാരൻ. ബിംബിസാരൻ്റെ ഒരു വിളംബരമാണ് ഈ തന്നിരിക്കുന്നത്. അതിലേക്ക് നയിച്ച കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു രാജ്യം എന്ന നിലയിൽ മഗധയുടെ വളർച്ചയിൽ കാർഷിക പുരോഗതി വഹിച്ച പങ്ക് നമ്മളിപ്പോൾ പഠിച്ചു. ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ കാർഷിക പുരോഗതിയായിരുന്നു എല്ലാത്തിൻ്റെയും ബേസ്. അതിൻ്റെ ബേസ് എന്താ? കൃഷിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? കന്നുകാലികളെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു കാർഷിക മേഖല നിലനിന്നിരുന്നത്, അല്ലേ? അപ്പോൾ നിലമുഴാനും വളത്തിനും ഒക്കെ കാലികൾ വളരെ ആവശ്യമായിരുന്നു. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് കന്നുകാലികൾ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ദേവന്മാരെയും ദേവതകളെയും ഒക്കെ പൂജിച്ചതായിട്ടൊക്കെ പറഞ്ഞു. ഇന്ദ്രൻ, വരുണനൊക്കെ ദേവന്മാരും അതിഥിയും ഉഷസ്സും ഒക്കെ ദേവതകളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അതിനുശേഷം പിൽക്കാല വേദകാലങ്ങളിലേക്ക് വന്നപ്പോൾ എന്തുപറ്റി? യാഗങ്ങൾ കൂടുതലായിട്ട് പ്രചരിച്ചു. അപ്പോൾ ഈ യാഗത്തിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ ബലി കൊടുക്കാനായിട്ട് തുടങ്ങി. ഇതിന് എഗൻസ്റ്റായിട്ടാണ് ഈ മഗധയിലെ ഭരണാധികാരിയായ ബിംബിസാരൻ ഒരു വിളംബരം ഇറക്കിയത്. അത് നമുക്കൊന്ന് വായിക്കാം. ഇത് രാജാജ്ഞയാണ്. യജ്ഞത്തിനായിട്ട് പ്രാണിഹിംസ മേലിൽ പാടില്ല. ജീവരക്തം ചൊരിഞ്ഞുള്ള ഒരാചാരവും ഇവിടെ വേണ്ട. മാംസം കൊണ്ടുള്ള പൂജ വേണ്ട. അറിവ് നേടുക, അതാണ് ജീവിതം. ദേവുള്ളവനെ ദേവ് കിട്ടു എന്ന് ധരിപ്പിക്കുകയാണ് ഈ വിളംബരം. ഇത് രാജാജ്ഞ. നമുക്ക് എത്ര മനോഹരമായ രാജാജ്ഞയാണെന്നല്ലേ? പ്രാണിഹിംസ വേണ്ട, ജീവരക്തം ചൊരിഞ്ഞുള്ള ഒരു കാര്യങ്ങളും പൂജയും വേണ്ട, മാംസം കൊണ്ടുള്ള പൂജ വേണ്ട, അറിവ് നേടുക, അതാണ് ജീവിതം. ദേവുള്ളവനെ ദേവ് കിട്ടു. മനോഹരമായ രാജാജ്ഞ. ആരാണിത് പുറപ്പെടുവിച്ചത്? മഗധയിലെ ഭരണാധികാരിയായ ബിംബിസാരൻ്റെ വിളംബരമാണ്. തുടർന്ന് പഠിക്കാം.
ഇതേ കാലഘട്ടത്തിലാണ് സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കെതിരായിട്ട് ജൈനമതവും ബുദ്ധമതവും ആവിർഭവിക്കുന്നത്. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിക്കുന്നത്. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിക്കുന്നത്. അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരുന്നു രണ്ട് മതങ്ങളും. ആ സമയത്ത് വ്യാപകമായിട്ട് മൃഗബലി നടന്നിരുന്നു. അപ്പോൾ അഹിംസ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാവീരനും ബുദ്ധനും ഈ ജൈനമതവും ബുദ്ധമതവും ആരംഭിക്കുന്നത്. അപ്പോൾ ജൈനമത സ്ഥാപകൻ വർദ്ധമാന മഹാവീരനാണ്. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗൗതമ ബുദ്ധനാണ്. സാധാരണക്കാരുടെ ഭാഷയിലായിരുന്നു അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കണം, അല്ലേ? മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃതാണ്, ബുദ്ധൻ ഉപയോഗിച്ച ഭാഷ പാലിയാണ്. അപ്പോൾ ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരനാണ്. അദ്ദേഹം പ്രാകൃത് ഭാഷയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹം പാലി ഭാഷയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്, പാലി. ഇനി ജൈനമതത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജ്ഞാനം, ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ഇതാണ് ജൈനമതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബുദ്ധമതം പറയുന്നത് ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. അപ്പോൾ ജൈനമതം പറയുന്നത് 3 തത്വങ്ങളാണ്: ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ബുദ്ധമതം പറയുന്നത് എന്താ? ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം ദുഃഖപൂർണമാണ്. ശരി, അപ്പോൾ എന്താണ് ദുഃഖത്തിന് കാരണം? അടുത്തവർ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. അപ്പം മനസ്സിലായി, ഇഹലോക ജീവിതം ദുഃഖപൂർണ്ണമാണ്. ആ ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം ഈ ദുഃഖം ഇല്ലാതാക്കാൻ? ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. ശരി, അപ്പോൾ എങ്ങനെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം? അഷ്ടാംഗമാർഗം അനുഷ്ഠിച്ചാൽ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. മനസ്സിലായോ കണക്ഷൻ? ഇഹലോക ജീവിതം ദുഃഖപൂർണ്ണമാണ്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ഇനിയിപ്പോൾ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. ഇതാണ് ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ. ക്ലിയർ? ഇനി അധികാരം വളരുന്നു. നമുക്ക് പരിചയമുള്ളതാണ് ഈ ചിത്രം, അല്ലേ? നമ്മുടെ ദേശീയ മുദ്രയാണ് ഈ തന്നിരിക്കുന്ന ചിത്രം. അശോക ചക്രവർത്തി സാരനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. ഇതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. അപ്പോൾ അശോക ചക്രവർത്തി സാരനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. അപ്പോൾ മൗര്യ രാജവംശം സ്ഥാപിച്ചതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ് സ്ഥാപിക്കുന്നത്. മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. അർത്ഥശാസ്ത്രം. മൗര്യ രാജവംശ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ചാണക്യൻ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലേ? ചാണക്യസൂത്രം കേട്ടിട്ടുണ്ട്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം കൗഡില്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ചാണക്യൻ്റെ മറ്റൊരു പേരാണ് കൗഡില്യൻ. ചാണക്യൻ്റെ മറ്റൊരു പേര് കൗഡില്യൻ. അപ്പോൾ ഇദ്ദേഹം കൗഡില്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എന്നത് ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആരാണ് ചാണക്യൻ? മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ അഥവാ കൗഡില്യൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ്? അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണം സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ഗ്രന്ഥത്തിൽ, അർത്ഥശാസ്ത്രം എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. രാജാവിൻ്റെ ധർമ്മം. രാജ്യത്തിലെ വിവിധ വിഭാഗങ്ങൾ ജനങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടായാലേ രാജ്യത്ത് സമാധാനമുണ്ടാകും. അതിനായി അശോകൻ സ്വീകരിച്ച നയമാണ് ധമ്മം അഥവാ ധർമ്മം എന്ന് പറയുന്നത്. ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്തിൻ്റെ സമാധാനം നിലനിർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം സ്വീകരിച്ച നയമാണ് ധമ്മം അഥവാ ധർമ്മം എന്നറിയപ്പെടുന്നത്. ധർമ്മം എന്ന് അറിയപ്പെടുന്നത്. അതിലെ ചില ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക,
മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. നോക്കി ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ നോക്കിയേ, രാജാവിൻ്റെ ധർമ്മം എന്ന പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് ധർമ്മം എന്ന അശോകൻ സ്വീകരിച്ച നയത്തിനെയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ: മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക എന്നതാണ്. തുടർന്ന് പഠിക്കാം. അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പാറകളിൽ കൊത്തിവെച്ചാണ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. ഇത്തരം ശിലാലിഖിതങ്ങളിൽ പ്രധാന പാതയോരങ്ങളിലും നഗരകേന്ദ്രങ്ങളിലുമാണ് സ്ഥാപിച്ചിരുന്നത്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഈ ധർമ്മവും ഒക്കെ ജനങ്ങളെ അറിയിച്ചത്? പാറയിൽ കൊത്തിവെച്ചാണ് അദ്ദേഹം അറിയിച്ചത്. ഇത്തരത്തിലുള്ള ശിലാലിഖിതങ്ങൾ പ്രധാനപ്പെട്ട പാതയോരങ്ങളിലും നഗരകേന്ദ്രങ്ങളിലുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് അശോകന് പ്രേരണയായത്. രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായി അശോകൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കലിംഗ രാജ്യവുമായിട്ടുള്ള യുദ്ധം. ഇതിൽ കലിംഗ പരാജയപ്പെട്ടു. അനേകം പേരുടെ മരണത്തിനും ദുരിതങ്ങൾക്കും ഇടയാക്കിയ ഈ യുദ്ധത്തിന് ശേഷം അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു. അപ്പോൾ കലിംഗ യുദ്ധത്തിൽ കലിംഗ പരാജയപ്പെട്ടു. കലിംഗ രാജ്യവുമായിട്ട് നടന്ന യുദ്ധത്തിൽ കലിംഗ പരാജയപ്പെട്ടു. അശോകൻ വിജയിച്ചു. എന്നാൽ പോലും ഈ യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാരുടെ മരണവും ദുരിതവും ഒക്കെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് അശോകൻ ബുദ്ധമതം സ്വീകരിക്കുന്നത്. ബുദ്ധമതം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ചക്രവർത്തി ആയതിനു ശേഷം അശോകൻ യുദ്ധങ്ങളിലൂടെ രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. തനിക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് കലിംഗ രാജാവിന് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. കലിംഗ യുദ്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം തനിക്ക് കീഴടങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കലിംഗ രാജാവിന് ഒരു സന്ദേശം അയച്ചു. അഭിമാനിയായ കലിംഗ രാജാവ് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. 261 BC അശോകൻ കലിംഗയെ കീഴ്പ്പെടുത്താനായിട്ട് പുറപ്പെട്ടു. സ്വാതന്ത്ര്യ സ്നേഹികളായ കലിംഗയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അശോകൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു. അശോകൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് കലിംഗ പലപ്പോഴും വിജയത്തിൻ്റെ വക്കിലെത്തി. എന്നാൽ അന്തിമ വിജയം അശോകന് തന്നെയായിരുന്നു. അദ്ദേഹം കലിംഗ രാജ്യത്തിനെ പരാജയപ്പെടുത്തി. യുദ്ധക്കളം ഇരുപക്ഷത്തെയും സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഒരുപാട് പേര് രണ്ട് സൈഡിൽ നിന്നും, കലിംഗയിൽ നിന്നും അതുപോലെ അശോകൻ്റെ സൈഡിൽ നിന്നും, രണ്ട് സൈഡിൽ നിന്നും ഒരുപാട് ആൾക്കാർ മരിച്ചു വീണു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇരുപക്ഷത്തെയും സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ട് അതിനെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, കൈകാലുകൾ നഷ്ടപ്പെട്ട വേദന കൊണ്ട് പൊളയുന്നവരെ, ഉറ്റവരെ നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളുടെ വിലാപം, വിധവകളുടെ കണ്ണീർ പുഴ. അപ്പോൾ നോക്കിയേ, ഒരു ജയം അവിടെ സംഭവിച്ചു. കലിംഗ എന്ന സ്ഥലം കീഴ്പ്പെടുത്തി ഒരു ജയം സംഭവിച്ചെങ്കിൽ പോലും മാനസികമായിട്ടുള്ള തലത്തിൽ നോക്കിയാൽ എന്താണത്? ഒരു പരാജയം തന്നെയാണല്ലേ. കാണുന്ന കാഴ്ച എന്താണ്? ആ യുദ്ധക്കളത്തിൽ വിജയശ്രീലാളിതനായിട്ട് നിൽക്കുമ്പോഴും കാണുന്ന കാഴ്ച എന്താണ്? വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, മൃതദേഹങ്ങൾ കുത്തിക്കൊണ്ടുപോകാൻ വേണ്ടി, കൈകാലുകളില്ലാതെ വേദന കൊണ്ട് പൊളയുന്നവർ. അപ്പോൾ ആകെ കണ്ണീർ കാഴ്ചയാണ്. വിധവകൾ, അനാഥ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ വിജയം എന്ത് നേടിത്തന്നു എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കി, അല്ലെ? ഈ യുദ്ധ കാഴ്ചകൾ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കി. ഈ രീതിയിലുള്ള വിജയം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇങ്ങനെ വിജയിച്ചു എന്ന് നമ്മൾ പറഞ്ഞാലും ഇത്തരത്തിൽ നേടുന്ന വിജയം എന്താണ്? അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഏറെ വൈകാതെ അദ്ദേഹം ബുദ്ധമത അനുയായിയായിട്ട് മാറുകയും ചെയ്തു. ബുദ്ധമതത്തിലൂന്നി, അതിൻ്റെ തത്വങ്ങളിലൂന്നി ഭരണം തുടരുകയും ചെയ്തു. ക്ലിയർ? സമൂഹം, സമ്പത്ത്, കല. മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പഠിക്കാം. ചാതുർവർണ്ണ്യം നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു സാമൂഹ്യ വിഭജനം. അതന്നും നിലനിന്നിരുന്നു. അതായത് ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ ചാതുർവർണ്ണ്യം അന്നും നിലനിന്നിരുന്നു. കാർഷിക പ്രവൃത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. അതിലെ ശൂദ്രരെ കൊണ്ടാണ് കാർഷിക വൃത്തികളൊക്കെ ചെയ്യിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും ആ സമയത്ത് ഏറെ പ്രചാരം നേടി. പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും മൗര്യ ഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായിട്ട് രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ അന്ന് ഉണ്ടായിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായിട്ട് നിരവധി പാതകൾ നിർമ്മിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്തിരിക്കണം. മൗര്യന്മാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു സാമൂഹിക സ്ഥിതി എന്ന് നോക്കിയാൽ ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു. കാർഷിക പ്രവർത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടിയിരുന്നു ആ സമയത്ത്. കൃഷിയും വാണിജ്യവും ശക്തമായിരുന്നു. കൃഷിയുടെ പുരോഗതിക്കായിട്ട് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായിട്ട് നിരവധി പാതകൾ നിർമ്മിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മൗര്യന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന
നടന്ന സാമൂഹിക സാമ്പത്തിക ജീവിതം. അശോകൻ സാഞ്ചിയിൽ സ്ഥാപിച്ച സ്തൂപമാണ് ഈ ചിത്രത്തിലുള്ളത്. സാഞ്ചിയിലെ സ്തൂപമാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ നിരവധി സ്തൂപങ്ങൾ മൗര്യ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഇതിനു പുറമെ അനേകം കൊട്ടാരങ്ങളും സാരാനാഥിലേതുപോലെയുള്ള സ്തംഭങ്ങളും മൗര്യ രാജാക്കന്മാർ നിർമ്മിച്ചു. മൗര്യ ഭരണകാലത്തെ ജീവിതത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മൗര്യ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമാണ് ഗുപ്ത രാജവംശം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഇവരൊക്കെയായിരുന്നു ശ്രദ്ധേയരായ ഭരണാധികാരികൾ. അപ്പോൾ AD 4-ാം നൂറ്റാണ്ടിൽ ഗംഗാതടത്തിൽ, അതായത് മൗര്യ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമാണ് ഗുപ്ത രാജവംശം. ആരൊക്കെയാണ് പ്രധാന രാജാക്കന്മാർ, ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവരാണ് ശ്രദ്ധേയരായ ഭരണാധികാരികൾ. ഗുപ്ത കാലഘട്ടത്തിൻ്റെ അവസാനമാവുമ്പോഴേക്കും ദൂരദേശങ്ങളുമായുള്ള വ്യാപാരത്തിൽ കുറവ് വന്നു. കൂടുതൽ ജനങ്ങൾ കൃഷിയിൽ വ്യാപൃതരായി. അക്കാലത്തെ രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമി ദാനമായിട്ട് നൽകി. പുരോഹിതന്മാർ കർഷകരെ കൊണ്ട് അവിടങ്ങളിൽ കൃഷി ചെയ്തു. സാമൂഹിക അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ ഈ മൗര്യ രാജവംശമായ മൗര്യ ഭരണത്തിൽ നമ്മുടെ ഈ മതങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലേ? ബുദ്ധമതത്തിനും ജൈനമതത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കൃഷിക്കും വാണിജ്യത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പുരോഗതി പ്രാപിച്ചു വരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് AD 4-ാം നൂറ്റാണ്ടിൽ ഈ ഗുപ്ത കാലഘട്ടം ആരംഭിക്കുന്നത്. ഗുപ്ത കാലഘട്ടം ആയപ്പോഴത്തേക്കും ദൂരദേശവുമായിട്ടുള്ള വ്യാപാരത്തിലൊക്കെ ഗണ്യമായിട്ട് കുറവ് വന്നു. കൂടുതൽ ആളുകൾ കൃഷിയിൽ വ്യാപൃതരായി. രാജാക്കന്മാർ എന്ത് ചെയ്തു? പുരോഹിതന്മാർക്ക് ഒരുപാട് സ്ഥലങ്ങളും ആരാധനാലയങ്ങൾക്ക് വൻതോതിൽ ഭൂമിയും ഒക്കെ ദാനമായിട്ട് നൽകാൻ തുടങ്ങി. അപ്പോൾ ഈ പുരോഹിതന്മാർ, ഈ സ്ഥലമൊക്കെ ദാനം കിട്ടിയത് പുരോഹിതന്മാർ എന്ത് ചെയ്തു? കർഷകരെ കണ്ട് അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി ചെയ്യിക്കാനായിട്ട് തുടങ്ങി. സാമൂഹിക അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതവും ജൈനമതത്തിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അറിവിൻ്റെ വികാസം നോക്കാം. ഗുപ്തകാലത്ത് സംസ്കൃത ഭാഷയിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. അപ്പോൾ ഗുപ്ത ഭരണകാലത്തിലെ പ്രധാനിയായിട്ടുള്ളൊരു സാഹിത്യകാരനായിരുന്നു ആര്? കാളിദാസൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം ഇതൊക്കെയാണ് കാളിദാസൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹം ആരുടെ കാലത്താണ് ഉണ്ടായിരുന്നത്? ഗുപ്ത ഭരണകാലത്തായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്കൃത ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചത്. അക്കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു ആര്? കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഡീൽ. അടുത്തത് നവരത്നങ്ങൾ. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെയാണ് നവരത്നങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന 9 പണ്ഡിതന്മാരെയാണ് നവരത്നങ്ങൾ എന്ന് പറയുന്നത്. കാളിദാസൻ, ഘടകർപ്പരൻ, ശബണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശങ്കു എന്നിവരായിരുന്നു അവർ. അപ്പം നവരത്നങ്ങൾ ആരൊക്കെയാണ്? കാളിദാസൻ, ഘടകർപ്പരൻ, ശബണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശങ്കു എന്നിവരായിരുന്നു ഈ നവരത്നങ്ങൾ. ഇപ്പോൾ ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൗളിലുള്ള ഒരു തൂണാണ് ഇത്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് ഈ ഇരുമ്പ് തൂണ് പണി കഴിക്കുന്നത്. കൊടും ചൂടും മഴയും കനത്ത മഞ്ഞും ഏറ്റിട്ടും ഇന്നും തുരുമ്പ് പിടിക്കാതെ നിൽക്കുന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്ക് സംസ്കരണത്തിൻ്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പ് തൂണ്. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ചിലരാണ് വാരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭടൻ തുടങ്ങിയവർ. ഇവരിൽ വാരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ എന്നിവർ ജ്യോതിശാസ്ത്രത്തിലും ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രത്തിലും ആര്യഭടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഗുപ്ത കാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്ത് മികവുണ്ടായെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ പ്രധാനികളായിരുന്നു ആരൊക്കെ? ഭാസ്കരാചാര്യർ, ബ്രഹ്മഗുപ്തൻ, വാരാഹമിഹിരൻ തുടങ്ങിയവരൊക്കെ, ആര്യഭട്ടൻ തുടങ്ങിയവരൊക്കെ. തുടർന്ന് പഠിക്കാം. ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന ശ്രദ്ധേയരായ വ്യക്തികളുടെ പേരുകൾ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ബ്രഹ്മഗുപ്തൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രത്തിലായിരുന്നു മികവ്. ആര്യഭടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും, അതുപോലെ വരാഹമിഹിരനും ജ്യോതിശാസ്ത്രത്തിലാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കണം. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ.
പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു നളന്ദ. ആ നളന്ദ സർവകലാശാലയുടെ ശേഷിപ്പാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചർ നളന്ദ സർവകലാശാലയാണ് കാണിച്ചിരിക്കുന്നത്. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വിദ്യാർത്ഥികൾ അന്ന് എത്തിയിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികളും 100ഓളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. മഗധയുടെ വളർച്ച മുതൽ ഗുപ്ത കാലം വരെയുള്ള സമൂഹ മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കൃഷി വിപുലമായതോടെ കാർഷിക ഉൽപ്പന്നം വർദ്ധിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കൃഷിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളും നിരവധി പുതിയ അറിവുകളും സൃഷ്ടിച്ചു. സാമൂഹിക അസമത്വങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വന്ന ആശയങ്ങൾ സമൂഹത്തെയും രാജ്യഭരണത്തെയും സ്വാധീനിച്ചു. ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടായി. അതിന് ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇത്രയുള്ളൂ. അടുത്ത പാഠം തീർന്നു. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. പാഠം 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നോക്കാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രാമസഭ കൂടുന്നു എന്നൊക്കെ അല്ലേ. ഇപ്പം എന്താണ് ഗ്രാമസഭ? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു. എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. എല്ലാ ജനങ്ങൾക്കും, ആ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. ചർച്ചകളിൽ പങ്കെടുക്കുകയും നമുക്ക് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട് ഈ ഗ്രാമസഭ കൂടുമ്പോൾ. അപ്പോൾ വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ ഒന്നായിട്ട് ചർച്ച ചെയ്യും. അതിനെ ബേസ് ചെയ്ത് തീരുമാനങ്ങളെടുക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ ആ വാർഡിൽ ഒരു ജനപ്രതിനിധിയുണ്ട്. ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയായിരിക്കും. അദ്ദേഹത്തിനെ ഗ്രാമങ്ങളിലാണെങ്കിൽ വാർഡ് മെമ്പർ എന്ന് പറയും, നഗരങ്ങളിലാണെങ്കിൽ കൗൺസിലർ എന്നും പറയും. അപ്പോൾ നഗരങ്ങളിലാണെങ്കിൽ എന്ത് പറയും? കൗൺസിലർ എന്ന് പറയും. ഗ്രാമത്തിലെ ജനപ്രതിനിധി എന്ന് പറയും, വാർഡ് മെമ്പർ എന്ന് പറയും. എന്താണ് ഗ്രാമസഭ? വാർഡ് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനും കഴിയും. കാരണം ആ ഗ്രാമസഭ കൂടുമ്പോൾ ആ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും, എല്ലാ വോട്ടർമാർക്കും, വോട്ടവകാശമുള്ള എല്ലാവർക്കും പോയി അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, ഒരു അവസരമുണ്ട്. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാൻ പറ്റും. പക്ഷേ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നമുക്ക് പോയി അഭിപ്രായം പറയാൻ പറ്റുമോ? അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. അപ്പോൾ ഗ്രാമസഭയിലാണ് നമ്മൾക്ക് അങ്ങനെ ഒരു റൈറ്റ് കിട്ടുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾക്ക് പങ്കാളികളാകാൻ പറ്റും. പക്ഷേ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചെല്ലുമ്പോൾ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികളാണ്. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. അബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എന്താ അബ്രഹാം ലിങ്കൺ പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യം. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്നാണ് അമർത്യ സെൻ പറയുന്നത്. അമർത്യ സെൻ എന്താ പറഞ്ഞത്? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രസി. ഡെമോക്രസി എന്ന വാക്ക് ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഡെമോസ് എന്നാൽ ജനം, ഡെമോസ് എന്നാൽ ജനമാണ്. അതുപോലെ ക്രാറ്റോസ് എന്നാൽ ഒരു ഗ്രീക്ക് പദമാണ് ക്രാറ്റോസും. ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നാണ് അർത്ഥം. അപ്പോൾ ഡെമോസും ക്രാറ്റോസും, 2 പദം, ഡെമോസ് ആൻഡ് ക്രാറ്റോസ്, ഈ 2 പദങ്ങൾ ചേർന്നതാണ് ഡെമോക്രസി എന്ന വാക്ക്. ഡെമോക്രാറ്റിയ എന്ന വാക്കിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക്, ജനാധിപത്യം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാന്മാരുടെ അഭിപ്രായവും നമ്മൾ പഠിച്ചു. ഇനി ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. 1 ജനങ്ങൾ നേരിട്ട്, 2 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഗ്രാമസഭയിൽ നമുക്ക് പോയി എല്ലാ ജനങ്ങൾക്കും പങ്കെടുത്ത് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ സംസ്ഥാന ദേശീയ തലങ്ങളിൽ അത് പറ്റുമോ? എല്ലാ ജനങ്ങൾക്കും കൂടി പങ്കെടുക്കാൻ പറ്റുമോ? അപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യവുമുണ്ട്, പരോക്ഷ ജനാധിപത്യവുമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം.
പരോക്ഷ ജനാധിപത്യവും എന്താണെന്ന് നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു ഗ്രാമസഭയിൽ എന്താണ്, ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാം. അപ്പം പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, പക്ഷേ എങ്ങനെയാണ്, അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത്. അത് പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ, ഇത്തരത്തിലുള്ള പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ എന്ത് പറയുന്നു, പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. പ്രത്യക്ഷ ജനാധിപത്യം നടക്കുന്നത് എവിടെയാണ്, ഗ്രാമസഭകളിലൊക്കെ നടക്കുന്നത് പ്രത്യക്ഷ ജനാധിപത്യമാണ്. ജനങ്ങൾ നേരിട്ട് തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്നു. പരോക്ഷ ജനാധിപത്യം, അതായത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് ബാക്കിയുള്ളിടത്ത് നടക്കുന്നത്. അതായത് നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ നടക്കുന്നത് പരോക്ഷ ജനാധിപത്യമാണ്. നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഡീൽ. ജനാധിപത്യവും തെരഞ്ഞെടുപ്പും. പ്രാദേശിക തലം മുതൽ പാർലമെൻറ്റ് വരെ നമ്മളെ ഭരിക്കേണ്ട പ്രതിനിധികളെ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ജനങ്ങളാണ് പ്രാദേശിക തലം മുതൽ പാർലമെൻറ്റ് വരെ നമ്മളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. പ്രായപൂർത്തിയായി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എത്രയാണ് വോട്ടവകാശത്തിൻ്റെ പ്രായം? എത്രയാണ്? 18 വയസ്സാണ്. പ്രായപൂർത്തിയായി വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന സവിശേഷതകളിൽ ഒന്ന്. തിരഞ്ഞെടുപ്പ് ആണ്. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാം. ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കുന്നു. അതിനുശേഷം കാൻഡിഡേറ്റ്സ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നു. ഇനി ബൈ ചാൻസ് ആരെങ്കിലും കാൻഡിഡേറ്റ്സിന് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, അതിനുശേഷം വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഒന്നുകൂടി പറയാം, എന്താണ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ നോക്കാം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, ഫൈനലി വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അതാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിയമവാഴ്ച. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരില്ല. നിയമത്തിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. എല്ലാവർക്കും നിയമം ബാധകമാണ്. അവകാശങ്ങൾ എന്താ? വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു തന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അത് വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് രാജ്യം അനുവദിച്ചു തന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹിക സാമ്പത്തിക നീതി എന്താണെന്ന് നോക്കാം. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനത്തിനെയാണ് എന്ത് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്. പങ്കാളികൾ അപ്പോൾ എന്തായിരിക്കണം? തുല്യരാകണം, അല്ലെ? നടപ്പിലാകാത്തൊരു കാര്യമാണ്, എന്നാലും നമുക്ക് പറയാം എല്ലാവരും തുല്യരായിരിക്കണം. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ചില ആശയങ്ങളുണ്ടല്ലോ. എന്തായിരിക്കും അത്? തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, സ്ത്രീ വിവേചനം, അടിമത്തമൊക്കെ എന്താണ്? സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമാണ്, അല്ലേ? സാമൂഹിക നീതിക്ക് വിരുദ്ധമാണ് അടിമത്തം, സ്ത്രീ വിവേചനം. അതുപോലെ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമാണ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ, അല്ലേ? അപ്പോൾ എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം ഉള്ള ഒരു ഭരണ സംവിധാനത്തിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പങ്കാളികളെല്ലാം തുല്യരാകണം എന്ന ആശയമാണ് സാമൂഹിക സാമ്പത്തിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാധ്യമങ്ങൾ നോക്കാം. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ വഹിക്കുന്ന പങ്ക് എന്താണ്? ഒരു പ്രധാന ഉപാധിയാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു ടൂളാണ് മാധ്യമം എന്ന് പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പത്രങ്ങളും ടിവിയും ഒക്കെ വഴിയാണ്, അല്ലേ? മാധ്യമങ്ങൾ വഴിയാണ് ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ സാധാരണക്കാർ ജനങ്ങൾ അറിയുന്നത്. ജനങ്ങളുടെ താല്പര്യം പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങളും പങ്കുവഹിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിലൂടെ വരുന്നതാണ് എന്ത്? ഭരണപക്ഷം. അതിൻ്റെ ഒപ്പം തന്നെ ആരുമുണ്ട്? പ്രതിപക്ഷവും ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടാനും ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. ഒരു ജീവിത രീതി. അപ്പോൾ ജനാധിപത്യത്തിനെ ഒരു ജീവിത രീതി എന്ന നിലയ്ക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു.
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. അപ്പോൾ ജനാധിപത്യ ജീവിത രീതിയിൽ ജീവിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം. അഭിപ്രായങ്ങളോട് നമുക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഒക്കെ ആകാം, അത് വ്യക്തിക്ക് അവകാശമുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? അഭിപ്രായത്തിനെ മാനിക്കണം. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കണം. മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യം അംഗീകാരം നൽകുന്നു. 10. കേരളക്കരയിൽ. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. പ്രശസ്ത സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാടിൻ്റെ വരികളാണ്. അദ്ദേഹം കേരളത്തിനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ വരികളാണ് ഈ തന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചേക്കുക. ഇതാണ് കേരളം. കേരളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. ഇനി ഭൂപ്രകൃതിയെ പറ്റിയൊന്ന് മനസ്സിലാക്കാം. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിലെത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൽ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഈ പിക്ചറിൽ നോക്കി. തീരദേശം, ഇടനാട്, മലനാട് എന്നാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തിരിച്ചിരിക്കുന്നത്. തീരദേശമാണ് ഈ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത്, തീരദേശമാണ്. ഇടനാടാണ് ഈ പച്ച കളറിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇടനാട്. ഈ ചുമന്ന കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മലനാട്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് 3ആയി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? തീരപ്രദേശം, ഇടനാട്, മലനാട് എന്ന് തിരിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അപ്പോൾ എന്താണ് മലനാട് എന്ന് പറയുന്നത്? മലനാട് തീരപ്രദേശത്ത് നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലമാണ് മലനാട് എന്ന് പറയുന്നത്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയാണ് ഈ ഭൂപ്രകൃതിയിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ഇനി സഹ്യൻ്റെ മടിയിൽ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പോൾ കേരളത്തിൻ്റെ മലനാട് പ്രദേശം എന്ന് പറയുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. പലതരം പാമ്പുകൾ, പലതരത്തിലുള്ള പക്ഷികൾ, ചിത്രശലഭങ്ങൾ, അപൂർവമായ ജീവികളൊക്കെ ഈ പശ്ചിമഘട്ടത്തിൽ ഉണ്ട്. ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരത്തിലുള്ള ഓർക്കിഡുകളും ഈ പശ്ചിമഘട്ട മേഖലയിൽ ഉണ്ട്. ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിര എന്നും പേരുണ്ട്. എന്ത് പേരുണ്ട്? സഹ്യപർവ്വത നിര എന്നും ഈ പ്രദേശത്തിന് പേരുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെയും അവിടുത്തെ ജീവജാലങ്ങളുടെ നമുക്ക് വേണ്ട. നിശബ്ദതയുടെ താഴ്വരയിൽ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് സൈലൻറ്റ് വാലി, നിശബ്ദ താഴ്വര എന്ന് പറയുന്നത്. ഈ ചീവീടുകളാണ് രാത്രിയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് അല്ലേ? അപ്പോൾ അതില്ലാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ നിശബ്ദമായിരിക്കും. അതുകൊണ്ടാണ് ഈ സൈലൻറ്റ് വാലി, നിശബ്ദ താഴ്വര എന്ന ആ സ്ഥലത്തിന് പേര് വന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള നിരവധി സസ്യജന്തു ജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. അപ്പോൾ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ വനപ്രദേശം. പ്രത്യേകിച്ച് എന്തുണ്ട്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ അവിടെയുണ്ട്. അതാണ് സൈലൻറ്റ് വാലി. എവിടെ? പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ ഉള്ള പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. അടുത്തത് ഇടനാട്. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. 75 മീറ്ററിൽ കൂടുതലുള്ളതാണ് മലനാട്. അപ്പോൾ ഇടനാട് ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് അറിയപ്പെടുന്നത്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട്. അപ്പോൾ ഇടനാട് എന്ന് പറയുമ്പോൾ ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങളൊക്കെയാണ് ഇടനാട് മേഖലയിൽ വരുന്നത്. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തൂ. ഓക്കെ.
ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. അവിടെ എന്തൊക്കെയാണുള്ളത്? ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെ ചേർന്നതാണ് ഇടനാട്. ഇനി എന്താ തീരപ്രദേശം? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പൊതുവെ എന്താണ്? മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശം. 7.5 മീറ്റർ വരെ ഉയരമുള്ളത് തീരപ്രദേശം, 7.5 മുതൽ 75 വരെയുള്ളത് ഇടനാട്, 75 മീറ്ററിന് മുകളിലുള്ളത് മലനാട്. ക്ലിയർ ആയല്ലോ? തുടർന്ന് പഠിക്കാം. കാലാവസ്ഥ. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. അപ്പോൾ അതൊക്കെ ആ സ്ഥിതിയൊക്കെ മാറി വരുന്നല്ലേ, കഠിനമായ ചൂടൊക്കെ ഉണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അത് ഏത് മാസമാണ്? ജൂൺ മാസത്തിൽ തുടങ്ങുന്നു. നമ്മൾ എന്ത് പറയും? അതിനെ ഇടവപ്പാതി എന്ന് പറയും. മഴയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കേരളത്തിലെ കാലാവസ്ഥ എന്ന പേരിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് കാണണം. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്, ഏത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? ഏത് മാസമാണത്? ജൂൺ മാസത്തിലാണ്. നമ്മൾ ഈ മഴയെ എന്ത് പറയും? ഇടവപ്പാതി കാലം എന്നൊക്കെ പറയും അല്ലേ, കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷമാണ്. വടക്ക് കിഴക്കൻ മൺസൂണാണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ, അതാണ് തുലാവർഷം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുമ്പോൾ തോരാത്ത പെയ്ത്തായിരിക്കും. നമുക്ക് ജൂൺ മാസത്തിൽ നമുക്കറിയാം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയത്ത് നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടല്ലേ, അപ്പോൾ ആ പെയ്ത്താണ് ഇടവപ്പാതി എന്ന് പറയുന്നത്. എന്നാൽ ഇടിയോടുകൂടി വൈകുന്നേരങ്ങളിൽ കാണുന്ന ഇടിയോടുകൂടിയ മഴ, അതാണ് തുലാവർഷം എന്ന് പറയുന്നത്. അത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലമാണ്. ക്ലിയർ? തുടർന്ന് പഠിക്കാം. നദികൾ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നതാണ്. 44 നദികളുണ്ട്. അതിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏതാണ്? പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ നദികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, നമുക്കിതിനകത്ത് ലിമിറ്റഡ് പോയിൻറ്റ്സേ ഉള്ളൂ. നദികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും ചാനലിലുണ്ട്. ചോദ്യോത്തരം ക്വസ്റ്റ്യൻ ആൻസർ ഫോമാറ്റിൽ ഇട്ടിട്ടുണ്ട്, അതും കാണുക. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശങ്ങളിൽ കൂടി വീണ്ടും ഒഴുകിത്തുടങ്ങുന്നു. കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വേമ്പനാട് കായൽ, ഈ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അപ്പോൾ വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? കായലുകൾ എന്ന് വിളിക്കുന്നത്. തടാകങ്ങൾ നോക്കാം. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയമാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ് ഏറ്റവും വലിയ തടാകം? ശുദ്ധജല തടാകം ഏതാണ് ഏറ്റവും വലുത്? ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. ഇനി കൃഷിയും ജനജീവിതവും. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് അല്ലേ. വളക്കൂറുള്ള മണ്ണും ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയും കേരളത്തിലെ സാഹചര്യത്തിന് കൃഷിക്ക് അനുകൂലമാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വളക്കൂറുള്ള മണ്ണ്, ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയൊക്കെ കേരളത്തിനെ കൃഷിക്ക് ഉതകുന്നതാക്കി മാറ്റുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് എന്നീ വിളകളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിലെ മുഖ്യവിള എന്തൊക്കെയാണ്? തെങ്ങ്, നെല്ല് എന്നിവയാണ് തീരപ്രദേശങ്ങളിലെ മുഖ്യവിള. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷി വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നത് കാണാം. നമുക്ക് തന്നെ അറിയാം, ഇടനാട്ടിൽ വൈവിധ്യമുള്ള കൃഷികളുണ്ട്. എന്തൊക്കെയാണ്? മരച്ചീനി, കാപ്പി, കുരുമുളക്, റബ്ബർ, നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് തുടങ്ങിയ എല്ലാ വിളകളും ഈ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. മലനാട്ടിലെത്തുമ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്? തേയില, ഏലം, കുരുമുളക് ഈ വിളകളാണ് മലനാട്ടിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്.
ഇനി കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്, അത് നമുക്കറിയാലോ. അതുപോലെ തന്നെ വേറൊരു കാർഷിക ഉത്സവമുണ്ട്, അതെന്താണ്? വിഷു ആണല്ലേ. തുടർന്ന് പഠിക്കാം. വിട പറയുന്ന വിളവൈവിധ്യം. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പലരും യുവാക്കളെല്ലാം എന്താണ് കേരളം വിട്ടു പോവുകയാണ്. അപ്പോൾ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യക്കുറവുണ്ട്. അങ്ങനെ കേരളത്തിലൊരു പ്രശ്നം കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. കൃഷിയെ സംബന്ധിച്ച് കേരളം ഒരു മാറ്റം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലേ, ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ലെസൺ നോക്കാം. ഇന്ത്യ. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. ഭരണ സൗകര്യത്തിനായിട്ട് ഇന്ത്യ 29 സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 2014 ജൂൺ മാസത്തിലാണ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം, സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടത്. ഓരോ സംസ്ഥാനത്തിനെയും ഭരണ കേന്ദ്രത്തിനെ എന്ത് പറയും? തലസ്ഥാനം എന്ന് പറയും. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇത് മാപ്പാണ്, ഇതൊന്ന് കണ്ടുവച്ചേക്കുക. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്താണ്? വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ ചേർന്നതാണ്, അല്ലേ. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അതായത് പീഠഭൂമികളുണ്ട്, പർവ്വതനിരകളുണ്ട്, സമതല പ്രദേശങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്, തീരപ്രദേശമുണ്ട്, ദ്വീപുകളുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിലെ പർവ്വതങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ലോകത്തിൽ തന്നെ ഉയരമേറിയ പർവ്വതനിരയായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളുണ്ട്. ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യാനിരകൾ, സത്പുര നിരകൾ, ഇവയെല്ലാം ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വത നിരകളാണ്. ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ സമതലങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശത്തെയാണ് സമതലം എന്ന് പറയുന്നത്. സമതലം എന്ന് വെച്ചാൽ എന്താ? അതിവിശാലമായ നിരപ്പായ ഭൂപ്രദേശമാണ് സമതലം. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കുഭാഗത്തെ വിശാലമായൊരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. എങ്ങനെയാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്? ഹിമാലയ നിരകളിൽ നിന്ന് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത്, അല്ലെ, ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കുഭാഗത്തായിട്ടാണ് ഈ സമതലമുള്ളത്. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ അത് ഡിപ്പോസിറ്റായിട്ടാണ് ഈ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഈ സമതല പ്രദേശം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഈ ഫലഭൂഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഇനി മരുഭൂമിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽ കൂനകളും, ഇതാണ് മരുഭൂമി എന്ന് പറയുന്നത്, അല്ലേ. നമുക്ക് മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം, വീശിയടിക്കുന്ന കാറ്റ്, ഭയങ്കര ചൂട്, കണ്ണെത്താ ദൂരത്തോളമുള്ള മണൽ കൂനകൾ, ഇതാണ് മരുഭൂമിയുടെ പ്രത്യേകത. ഇന്ത്യയിൽ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ മേജർ പോർഷനും എന്താണ്? മരുഭൂമിയാണ്. താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനവാസം കുറവാണ്, കൃഷിയും കുറവാണ്. താരതമ്യേന കൃഷിയും കുറവാണ്, ജനവാസവും കുറവാണ്. ഇനി പീഠഭൂമികൾ മനസ്സിലാക്കാം. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതായിരിക്കും പീഠഭൂമി. ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായിരിക്കും. കുറച്ച് ഉയർന്നതായിരിക്കും, എന്നാൽ മുകൾ ഭാഗം നിരപ്പായതുമായ ഭൂപ്രദേശമാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പ്ലേറ്റ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റു പ്രധാന പീഠഭൂമികൾ. മാൾവ, ഛോട്ടാ നാഗ്പൂർ ഒക്കെ ഇന്ത്യയിലെ മറ്റ് പ്രധാന പീഠഭൂമികളാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ പീഠഭൂമിയും പഠിച്ചു. ഇനി എന്താ അറിയേണ്ടത്? തീരപ്രദേശങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ സ്ഥലങ്ങളാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളായ അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളും അവയുടെ ചിത്രങ്ങളുമാണ് ഈ നൽകിയിരിക്കുന്നത്. അപ്പോൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിനെയാണ് എന്തു പറയുന്നത്? ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യൻ നദികളെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ പ്രധാന
പർവ്വത നിരകളെക്കുറിച്ച് നമുക്ക് ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇതിൽ മിക്ക പർവ്വത നിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. ഇപ്പോൾ ഈ 5ാം ക്ലാസ്സിലെ പുസ്തകം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം പോയിൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. നദികൾ അതുപോലെ പീഠഭൂമികൾ, സമതലങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നു എന്ന് മാത്രം. നമ്മൾക്ക് അങ്ങോട്ട് ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ ഇതിനെക്കാട്ടിലും ഇൻഡെപ്തായിട്ട് ആക്ച്വലി ഇതിനകത്ത് പഠിക്കാനുണ്ട്. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സ്ട്രിക്ട്ലി ആ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറയുന്നു അത് മാത്രം ചർച്ച ചെയ്തു പോകാം. ബാക്കി ക്ലാസ്സിലെ ഹയർ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കാം. ഇന്ത്യ കാലാവസ്ഥ. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും ഉള്ള 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ 2 മഴക്കാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ളതും അതുപോലെ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മഴക്കാലവുമാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മേഘാലയയിലെ ചിറാപുഞ്ചിയാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലം എന്നാണ് അനുഭവപ്പെടുന്നത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഉഷ്ണകാലം, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലം, അതുപോലെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും 2 മഴക്കാലങ്ങൾ. ഇതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഭൂപ്രകൃതി വൈവിധ്യമുള്ള ഭൂപ്രകൃതിയാണ് ഉള്ളതെന്ന്. അപ്പോൾ സസ്യജാലങ്ങളും ജന്തുക്കളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. വൈവിധ്യങ്ങൾ നമുക്ക് ഒരുപാട് സസ്യജാലങ്ങളിലും ജന്തുക്കളിലും കാണാൻ പറ്റും. മഴക്കാടുകളുണ്ട്, ഇലപൊഴിയും കാടുകളുണ്ട്, മുൾക്കാടുകളുണ്ട്, കാടുകൾ, പുൽപ്രദേശങ്ങൾ, അങ്ങനെ ഒരുപാട് നൈസർഗികമായ സസ്യജാലങ്ങളും ഇന്ത്യയിൽ ഉണ്ട്. പല വിധത്തിലുള്ള ജീവികളും ജന്തുക്കളും ഉണ്ട്. അത് ഏതൊക്കെയാണ്? ആന, സിംഹം, കടുവ, പുലി, അങ്ങനെ ഒരുപാട് ജന്തുക്കളും പക്ഷിമൃഗാദികളും ഉണ്ട്. ഇനി നമ്മൾ ഇന്ത്യക്കാർ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യരിലും വൈവിധ്യമുണ്ട്, ജനജീവിതത്തിലും വൈവിധ്യമുണ്ട്. ദക്ഷിണേന്ത്യക്കാർ അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യക്കാർ ഉപയോഗിക്കുന്നത് എന്താണ്? ഗോതമ്പാണ്. ആഹാര രീതിയിൽ പ്രാദേശികമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങളാണ് മുഖ്യമായിട്ടും ഉപയോഗിക്കുന്നത്. ആഘോഷങ്ങളിലുമുണ്ട് വൈവിധ്യങ്ങൾ. കേരളീയരുടെ ദേശീയോത്സവം ഓണമാണ്. തമിഴ്നാട്ടിലെ പൊങ്കലാണ് പ്രധാന ഉത്സവം. ആസാമിലെ ബിഹുവാണ്. ഉത്തരേന്ത്യയിൽ ഹോളിയാണ്. അങ്ങനെ ആഘോഷങ്ങളിൽ വൈവിധ്യമുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യ എന്നുള്ള ചെറിയ ടോപ്പിക്കായിരുന്നു, അതും തീർന്നു. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, സാമൂഹിക ശാസ്ത്രം തീർന്നിരിക്കുകയാണ്. അന്ന് തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങൾ 2 വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. SCERT പോർഷൻസ് നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. 5ാം ക്ലാസ് ആയതേ ഉള്ളൂ. നമുക്ക് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പ്ലേ ലിസ്റ്റിൽ പോയി അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. നന്നായി പഠിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.